Hey everyone, let's discuss Dalton's law of partial pressures. It was stated by the scientist John Dalton in 1801. He states that the total pressure of a mixture of gases is equal to the sum of the partial pressures of the constituent gases. That is, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസസിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്യാസസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന മിക്സ്ചറിൻ്റെ ഹോൾ വോളിയം ആ ഒരു സിംഗിൾ ഗ്യാസ് ഓക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിൽ തന്നെ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വിളിക്കുക പാർഷ്യൽ പ്രഷർ. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. സോ ക്യാപിറ്റൽ P ഈസ് ഈക്വൽ ടു P1 + P2 + P3 വേർ P എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചറും P1, P2, P3 എന്ന് എഴുതിയിരിക്കുന്നത് ഓരോ കമ്പണൻറ്റ് ഗ്യാസസിൻ്റെയും പാർഷ്യൽ പ്രഷേഴ്സുമാണ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ആസ് Pi ഈസ് ഈക്വൽ ടു Xi × P. ഇവിടെ Xi എന്ന് പറയുന്നത് നമ്മളുടെ മിക്സ്ചറിൽ കൺസിഡർ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഗെറ്റ് ഫ്രം Ni/N. Ni എന്ന് പറയുന്നത് നമ്മുടെ ith കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസും N എന്ന് പറയുന്നത് അവിടെയുള്ള ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസും. സോ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ith കോൺസ്റ്റിറ്റ്യൂവൻ്റെ മോൾ ഫ്രാക്ഷൻ Xi എന്ന് പറയുന്നത്. So far we have been discussing about the gaseous laws, Boyle's law, Charles' law, Avogadro's law, etc. Now we can distinguish ideal gases and real gases. So we can term an ideal gas as which obeys Boyle's, Charles and Avogadro's laws under all conditions of temperature and pressure. If the gas which does not obey the ideal gas laws under all conditions of temperature and pressure, then it is called as a real gas or non-ideal gas. Now we can compare the ideal gases with real gases. So ideal gasesൻ്റെ കേസിൽ ഏത് ടെമ്പറേച്ചറിലും പ്രഷറിലായാലും ഐഡിയൽ ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നെഗ്ലിജിബിൾ. അതുപോലെ തന്നെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനും അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ആക്ച്വലി ഒരു എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, സോ വെൻ ഇറ്റ് കംസ് ടു റിയൽ ഗ്യാസസ് അത് മോളിക്യൂൾസ് ഓക്കുപ്പൈ ചെയ്യുന്ന വോളിയം കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും ഇഫ് യു കമ്പയർ ദിസ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. അതുപോലെ തന്നെ അവർ തമ്മിൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനും പ്രസൻ്റ് ആയിരിക്കും അവിടെ. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എല്ലാ ആക്ച്വൽ ഗ്യാസസിൻ്റെ പേരും പറയാം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, oxygen gas, carbon dioxide gases are real gases. By combining Boyle's law, Charles' law and Avogadro's law, it is possible to arrive at an equation of state referred as ideal gas equation. സോ നമുക്കറിയാം ഒരു ഗ്യാസുമായി ബന്ധപ്പെട്ട് 4 വേരിയബിൾസിലാണ് ചേഞ്ചസ് വരുന്നത്: വോളിയം, നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എല്ലാ ലോസിലും നമ്മൾ കണ്ടത് വോളിയം ഈ വേരിയബിൾസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. സോ അവഗാഡ്രോ ലോ അനുസരിച്ച് നമ്മൾ കണ്ടു വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ചാൾസ് ലോ അനുസരിച്ച് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ബോയ്ൽസ് ലോ അനുസരിച്ച് വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സോ നമുക്ക് ഈ എല്ലാ ഇക്വേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇക്വേഷൻ എഴുതാം. വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു NT/P. കാരണം നമ്പർ ഓഫ് മോൾസുമായിട്ടും ടെമ്പറേച്ചറുമായിട്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് പ്രഷറുമായിട്ടാണ് റിലേഷൻ വോളിയത്തിനുള്ളത്. So on rearranging we will get PV is directly proportional to NT. Proportionality constant നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ഒരു സൈന് റിമൂവ് ചെയ്യാനായിട്ട്. സോ PV is equal to nRT. അങ്ങനെ നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള R എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഫോർ 1 mole of gas എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതിനെ മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റും എന്നറിയപ്പെടാറുണ്ട്. സോ ഈ PV is equal to nRT എന്ന് പറയുന്ന ഇക്വേഷനാണ് the famous ideal gas equation. Now we can calculate the value for R, the universal gas constant, by knowing the equation PV is equal to nRT, and we can write R is equal to PV/NT. സ്റ്റാൻഡേർഡ് പ്രഷറായിട്ട് നമ്മൾ 1 atm ആണ് എടുക്കാറുള്ളത്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് പാസ്കലിൽ the value will be 1.0
1325 into 10 raised to 5 Pascal അല്ലെങ്കിൽ Newton per meter square എന്ന് പറയാം. So when we substitute the value of pressure as 1.01325 into 10 raised to 5 into the volume term will be there. So നമുക്കറിയാം നമ്മൾ എടുക്കുന്ന n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, number of moles 1 ആണ്. So the volume will be 22.414 and the temperature will be 273.15 Kelvin. These are the standard temperature and standard pressure. ഇനി വോളിയം നമ്മൾ ലിറ്ററിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അത് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ ക്യൂബിലോട്ട് മാറ്റാം. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10⁻⁻3. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8.314 ന്യൂട്ടൺ മീറ്റർ പെർ കെൽവിൻ പെർ മോൾ എന്ന് ലഭിക്കും. സിൻസ് വി നോ ന്യൂട്ടൺ മീറ്റർ ഇസ് ഈക്വൽ ടു ജൂൾ, we can rewrite this value as 8.314 joule per Kelvin per mole. So gaseous behavior explain ചെയ്യുന്ന laws എല്ലാം തന്നെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. So see you in the next session. Thank you.